നമുക്ക് ഇടുക്കിയിലേക്ക് പോകാം. ഹൈറേഞ്ചിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് രാഹുൽ സുരേഷ് രാവിലെ മുതൽ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഗുഡ് ഈവനിംഗ് രാഹുൽ സുരേഷ്. രാവിലെ ബെന്നിച്ചന്റെ ഏലത്തോട്ടത്തിലായിരുന്നു. ഇപ്പോൾ എവിടെയാണ് രാഹുൽ നിൽക്കുന്നത്? ഇടുക്കിയിൽ പൊതുവെ ഏതൊക്കെ മേഖലയിലാണ് മഴക്കെടുതി ഇപ്പോൾ രൂക്ഷമായിരിക്കുന്നത്? ഗുഡ് ഈവനിംഗ് സുജയ പാർവതി. നമ്മളിപ്പോൾ കട്ടപ്പന മേഖലയിലാണുള്ളത്. ഇടവിട്ടുള്ള മഴയാണ് ഇടുക്കിയിൽ ഇപ്പോഴും തുടരുന്നത്. പക്ഷേ ആശങ്കയായി മാറുന്നത് ശക്തമായ കാറ്റും മണ്ണിടിച്ചിലുമാണ്. ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന അടിമാലി കല്ലാർ മേഖലയിൽ വലിയ രീതിയിൽ മണ്ണിടിയുന്നുണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായി ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇരുട്ടുകാനം കല്ലാർ രണ്ടാം മൈൽ വഴിയുള്ള ഗതാഗതം താൽക്കാലികമായി നിരോധിച്ചിരിക്കുന്നു. ഈ വഴിയുള്ള യാത്ര ഇനി ഉടനെങ്ങും സാധ്യമാകില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തിറക്കിയിരിക്കുന്ന പത്രക്കുറിപ്പിൽ പറയുന്നത്. അതുകൊണ്ട് മൂന്നാറിലേക്കുള്ള യാത്രക്കാർ ഇരുട്ടുകാനത്ത് നിന്നും ആനച്ചാൽ വഴി രണ്ടാം മൈലിലെത്തിയ ശേഷം മൂന്നാറിലേക്ക് പോകണമെന്നാണ് വാർത്താക്കുറിപ്പിൽ പറയുന്നത്. അതുമാത്രമല്ല, മൂന്നാർ ഗ്യാപ്പ് റോഡ് വഴിയുള്ള രാത്രി യാത്ര നിരോധനവും നിലവിൽ വന്നിരിക്കുകയാണ്. 30-ാം തീയതി വരെ മൂന്നാർ ഗ്യാപ്പ് റോഡിൽ രാത്രി യാത്ര നിരോധനം ഉണ്ടായിരിക്കില്ല എന്നാണ് പറയുന്നത്. മറ്റൊരു വിവരം വരുന്നത് രാജകുമാരി ഭാഗത്തു നിന്നുമാണ്. രാജകുമാരി സേനാപതി പാതയിൽ മരം കടപുഴകി വീണിട്ടുണ്ട്. അതുമാത്രമല്ല, ഇലക്ട്രിക് പോസ്റ്റുകളും നിലം പതിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി താൽക്കാലികമായി ഗതാഗത തടസ്സം ഈ മേഖലയിൽ അനുഭവപ്പെടുന്നുണ്ട്. ഫയർഫോഴ്സ് സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ ഗതാഗത തടസ്സം നീക്കുമെന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. മറ്റൊന്ന്, കല്ലാർകുട്ടി അണക്കെട്ടിൽ നിന്നുമാണ് അല്പസമയത്തിനുള്ളിൽ 250 ക്യൂമെക്സ് വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടാൻ പോവുകയാണ്. നിലവിൽ 210 ക്യൂമെക്സ് വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത്. അതുകൊണ്ട് തീരദേശത്തുള്ള ആളുകൾ പരമാവധി ജാഗ്രത പാലിക്കണമെന്ന് പറയുന്നു. എന്താണെങ്കിലും വരും മണിക്കൂറുകളിൽ ശക്തമായ കാറ്റുണ്ടാകുമെന്ന മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് കനത്ത ജാഗ്രതയിലാണ് മലയോര മേഖല മുന്നോട്ട് പോകുന്നത്. സുജയ.